ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയിം സ്ലിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, സോ നെയിം സ്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റായിട്ട് നമുക്ക് ഏത് തീമിലാണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺ പിക്ചേഴ്സ് നമ്മൾ സേവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ എനിക്ക് വേണ്ടത് യൂണിക്കോൺ തീമാണ്. സോ ഞാൻ യൂണിക്കോൺ പിക്ചേഴ്സ് സേവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആക്കിയെടുക്കാം. ദെൻ നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. പിക്സാർട്ടും ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളത് ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിക്സാർട്ട് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ A4 ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. നെയിം സ്ലിപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നമ്മൾ എലമെൻസിൽ നിന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എലമെൻസിൽ നിന്ന് തന്നെ ഫ്രെയിംസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പിലുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നെയിമും ക്ലാസ്സും ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെയിം ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സബ്ജക്റ്റ് ഇതൊക്കെ ടൈപ്പ് ചെയ്യാണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് സ്ഥലം കൂടി നമ്മൾ കൊടുക്കണം. താഴെ സ്കൂളിൻ്റെ പേരും കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് പിക്ചർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂണിക്കോൺ തീമിലുള്ളൊരു നെയിം സ്ലിപ്പാണ്. സോ ഇതിലേക്ക് യൂണിക്കോൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നെയിം സ്ലിപ്പിൽ നമുക്കതിൻ്റെ ട്രാൻസ്പെറൻസി കുറക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എഴുതിയത് ടൈപ്പ് ചെയ്തത് കാണാനും പറ്റും, അതുപോലെ തന്നെ ഈ യൂണിക്കോണും കൂടി നമുക്ക് വിസിബിൾ ആവും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതേപോലെ വേറൊരു യൂണിക്കോണിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എന്തൊക്കെ പിക്ചേഴ്സ് വേണോ അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് സേവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ A3 ഡോക്യുമെൻ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ A3യിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമർ 25 നെയിം സ്ലിപ്പാണ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ 25 നെയിം സ്ലിപ്പ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ആ നെയിം സ്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. നമുക്കിതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ തന്നെ കോപ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു A3 ഷീറ്റിൽ 30 നെയിം സ്ലിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓൾറെഡി 25 മാത്രമേ വേണ്ടൂ എന്നുള്ളത് കൊണ്ട് ഞാൻ 25 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. 5 റോസും 5 കോളംസും ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസ് വലുതാക്കുകയോ ചെറുതാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു A3 ഷീറ്റിൽ 30 നെയിം സ്ലിപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ A4ലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 to 12
നെയിം സ്ലിപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. PDF ആയിട്ട് സേവ് ചെയ്യുമ്പോൾ PDF പ്രിൻറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. പിന്നെ ഇത് സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കണം. സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയതായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊരു എനർജി ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതേപോലെ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.